ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു ധീരയായ മിഷണറി വനിതയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ക്രിസ്ത്യാനിയായിരിക്കുമ്പോൾ തന്നെ നാം നമ്മോട് ചോദിക്കേണ്ട പരമപ്രധാനമായ ചോദ്യം ഇതാണ്: നമ്മെ ദൈവം ആക്കിയിരിക്കുന്ന ശുശ്രൂഷയിൽ നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണോ? ആത്മാർത്ഥതയോടുകൂടെ ദൈവവേല ചെയ്യുന്നതിൽ നാം എത്രമാത്രം മുൻപന്തിയിലാണ് എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ആനി മാർഗരറ്റ് ഗ്രീൻ ഒരു ധീരയായ മിഷണറി ആയിരുന്നു. 1844 ജനിച്ച് 1878 മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട അവൾ ഇംഗ്ലണ്ടിലെ ബെഡ്ഫോർഡ് സ്വദേശിയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സുലു ലാൻഡിൽ മിഷണറിയായി സേവനം അനുഷ്ഠിച്ച എഡ്വേർഡ് വിൽക്കിൻസന്റെ ഭാര്യയായിരുന്നു ആനി മാർഗരറ്റ് ഗ്രീൻ. ഇംഗ്ലണ്ടിലെ സമ്പന്നമായ ഒരു വ്യാപാരി കുടുംബത്തിലാണ് അവൾ ജനിച്ചതെങ്കിലും മിഷണറി വേലയിൽ ഭർത്താവിനെ അനുഗമിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് 1870 വിൽക്കിൻസൺ കുടുംബം ദക്ഷിണാഫ്രിക്കയിലേക്ക് കപ്പൽ കയറി 3 മാസത്തെ കഠിനമായ കപ്പൽ യാത്രയ്ക്ക് ശേഷം നറ്റാലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെത്തിച്ചേർന്നു. അവിടെ നിന്ന് അവർ സുലു ലാൻഡിന്റെ ഹൃദയഭാഗത്തേക്ക് നീങ്ങുകയും ക്വാമഗാസയിൽ ഒരു മിഷൻ സ്റ്റേഷൻ സ്ഥാപിക്കുകയും ചെയ്തു. സുലു ഗോത്രത്തിലെ ആളുകൾ കടുത്ത ക്രൂരന്മാരും അവരുടെ പൂർവിക ആത്മാക്കളെ ആരാധിക്കുന്നവരുമായിരുന്നു. ആനിക്ക് സുലു ലാൻഡിലെ ആദ്യ ദിനങ്ങൾ വെല്ലുവിളിയും നിരാശാജനകവുമായിരുന്നു. നാട്ടുകാരുമായി ആശയവിനിമയം നടത്തുവാനും അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ആനി എന്ന സ്ത്രീ അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചു. സുവിശേഷം പ്രസംഗിക്കുന്നതിനായി സുലു ക്രാലുകൾ ഗ്രാമങ്ങൾ അവൾ സന്ദർശിക്കുവാൻ അവൾ ഭർത്താവിനൊപ്പം കിലോമീറ്ററുകൾ നടന്നിരുന്നു. ചില സമയങ്ങളിൽ എഡ്വേർഡ് ദീർഘദൂര യാത്രകളിലായിരിക്കുമ്പോൾ ആനി മിഷൻ സ്റ്റേഷൻ പൂർണ്ണമായി കൈകാര്യം ചെയ്തു. വീട്ടുജോലികൾ പൂർത്തിയാക്കിയ ശേഷം അവൾ ഉച്ചവരെ സ്കൂളിൽ പഠിപ്പിച്ചു. തുടർന്ന് രാത്രി വരെ ദൈവദിനം പഠിപ്പിപ്പാൻ സ്ത്രീകളെ കൂട്ടി. അവർ നാട്ടുകാർക്ക് വൈദ്യസഹായം നൽകുകയും നേഴ്സുമാരാകാൻ നിരവധി സുലു കൈവേലക്കാരെ ക്ഷമയോടെ പരിശീലിപ്പിക്കുകയും ചെയ്തു. പള്ളി പണിയുമ്പോൾ പണി വേഗത്തിലാക്കാൻ മണ്ണിഷ്ടികൾ ഉണ്ടാക്കാൻ അവൾ കഠിനമായി പരിശ്രമിച്ചു. നേരിട്ടുള്ള ദൗത്യത്തിൽ അവൾ ആത്മാർത്ഥതയും പ്രായോഗിക സാമാന്യ ബുദ്ധിയും നിറഞ്ഞവളായിരുന്നു. ശുശ്രൂഷ അഭിവൃദ്ധി പ്രാപിച്ചുവെങ്കിലും ആനിക്ക് പുരുഷരും അജ്ഞരുമായ കാട്ടാളന്മാരെ നിരന്തരം ഭയക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് എഡ്വേർഡ് ഇല്ലാതിരുന്നപ്പോൾ. സുലു തലവനായ സെന്റെവായോ അസഹിഷ്ണുത പുലർത്തുകയും മിഷണറിമാർക്കെതിരെ തീവ്രമായി സ്വയം പ്രവർത്തിക്കുകയും ചെയ്തു. മന്ത്രവാദം ആരോപിച്ച് അദ്ദേഹം നിരവധി ക്രിസ്ത്യാനികളെ കൊന്നു. പരസ്യമായി നിരവധി സ്ത്രീകളെ ഉപദ്രവിച്ചു. അപ്പോഴും ഈ ധീരയായ സ്ത്രീ തൻ്റെ സഹോദരിയായ ഉപത്തോണിയെ സന്ദർശിക്കുകയും അവളെ ക്രിസ്തുവിന് വേണ്ടി സമ്പാദിക്കുകയും ചെയ്തു. നിരവധി ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും സുലു സ്ത്രീകൾക്ക് ക്രിസ്തുവിൻ്റെ സഹന സ്നേഹം ആസ്വദിക്കുവാൻ ആനി തൻ്റെ ജീവിതം തനിക്ക് പ്രിയപ്പെട്ടതായി കണക്കാക്കിയില്ല. ഇന്ന് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ ആത്മാർത്ഥതയുള്ളവനാണോ, ഉള്ളവളാണോ? പ്രായോഗികമായി ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇന്ന് നമ്മെ തന്നെ പരിശോധിക്കുക. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ആനിയുടെ ജീവിതം ഇന്ന് നമുക്ക് മാതൃകയാക്കാം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.